ഹായ് ദേർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്യൂഡോ എലമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കുറച്ച് സ്യൂഡോ ക്ലാസസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ ആയിട്ടുള്ള സ്യൂഡോ ക്ലാസസ്, അതായത് ഒരുപാട് വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്ന സ്യൂഡോ ക്ലാസ് മാത്രമേ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരുപാട് റിക്വയർഡ്, റീഡ് ഓൺലി, റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്യൂഡോ എലമെന്റ്സ്, സ്യൂഡോ ക്ലാസസ് നമുക്കുണ്ട്. അത് അധികം യൂസ് ചെയ്യാറില്ല, ഒരിടത്തും അങ്ങനെ യൂസ് ചെയ്യാറില്ലാത്ത സ്യൂഡോ ക്ലാസസ് ആണ്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് സ്യൂഡോ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്യൂഡോ ക്ലാസ്സസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള സ്യൂഡോ എലമെന്റ്സ് നമ്മൾ കുറച്ച് യൂസ് ചെയ്യാറുണ്ട്. സ്യൂഡോ എലമെന്റ്സ് എങ്കിലും ഞാൻ എല്ലാം കാണിച്ചു തരാം. അത്യാവശ്യമുള്ള എല്ലാ സ്യൂഡോ എലമെന്റ്സും നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ബട്ട് സ്യൂഡോ ക്ലാസ്സസിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞൊരു സ്യൂഡോ ക്ലാസ് മാത്രം കാണിച്ചില്ല. ആ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞ സ്യൂഡോ ക്ലാസ് നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ യൂസ് ചെയ്യാറുള്ളതാണ്. ഓക്കെ, സോ ഫോക്കസ് എന്ന് പറഞ്ഞ സ്യൂഡോ എലമെന്റ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകൾക്കാണ്. ഇൻപുട്ട് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻപുട്ട് ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് പലതരത്തിലുള്ള ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ആ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ആണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ടൈപ്പ് കൊടുക്കാൻ പോവാണ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കൊടുക്കാൻ പോവാണ്. ടെക്സ്റ്റ് കൊടുക്കാൻ പോകണം. ഇങ്ങനെ ടൈപ്പ് ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻപുട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് ക്രിയേറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇതിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കാനുള്ള പല പ്രോപ്പർട്ടീസ് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് ഈ ഇൻപുട്ടിന് വഴി നെയിമും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തിട്ട് ഇത് ആ ഇൻപുട്ടിനെ സ്പെസിഫിക് ആയിട്ട്, ഇപ്പം നമുക്ക് ടെക്സ്റ്റിന് വേണ്ടി ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അങ്ങനത്തെ ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ രണ്ടായിട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഇൻപുട്ട്, ടൈപ്പ്, അതുപോലെ തന്നെ ഇതിന് നെയിം കൊടുക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് നെയിം എന്ന് മാത്രം കൊടുക്കുകയാണ്. നമുക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിന് ഈ ഒരു ഇൻപുട്ടിന് മാത്രം ഫോക്കസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി കൊടുക്കണം. ഫോക്കസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്തിനാണെന്ന് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോപ്പർട്ടിയാണ്. അത് ഇൻപുട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഫോക്കസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം ഞാൻ ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ID ഉപയോഗിച്ചും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിന് ടെക്സ്റ്റിന് മാത്രമായിട്ടുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ടെക്സ്റ്റ് എന്ന് കൊടുക്കാവുന്നതാണ്. ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇൻപുട്ടിൽ മാത്രമേ പ്രോപ്പർട്ടീസ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കോളൻ ഇട്ടതിന് ശേഷം ഫോക്കസ് എന്ന് പറഞ്ഞ സ്യൂഡോ ക്ലാസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നു. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ ഒരു ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കളർ ബ്ലൂ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെനിക്ക് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ കളർ ചേഞ്ച് ആവുന്നതായിട്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് കളറും ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വൈറ്റ് കളർ അതുപോലത്തെ എന്തെങ്കിലും കളർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ അകത്ത് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ കളർ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഡീസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ എന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള കളറായിരിക്കും വന്നിട്ടുണ്ടാകുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് പലതരത്തിലുള്ള ഇൻപുട്ടുകൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ബ്രൗസറിലും കൂടി എടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫോക്കസിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കളറോ, അതായത് വൈറ്റ് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും ആയിരിക്കും വരുന്നത്. പുറത്തേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇത് കോമൺ പ്രോപ്പർട്ടി അല്ല, അതായത് ഞാൻ മൗസിന്റെ മുകളിൽ കൊണ്ട് വെക്കുമ്പോൾ ആ പ്രോപ്പർട്ടി ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, അതിലെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ, അതായത് ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി നടക്കത്തുള്ളൂ. ഓക്കെ, സോ അതാണ് ഫോക്കസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. നമ്മൾ ജാവാസ്ക്രിപ്റ്റിലും ഈ നമ്മൾ CSS സ്യൂഡോ ക്ലാസ്, സ്യൂഡോ എലമെന്റ്സ് വെച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഫോക്കസ് ഇവന്റ്സ് ഒക്കെ ജാവാസ്ക്രിപ്റ്റിലുണ്ട്. ഇവന്റുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഫോക്കസ് ഇവന്റ്സിനെ കുറിച്ചും ജാവാസ്ക്രിപ്റ്റിൽ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, സോ ആ ഒരു സെക്ഷനിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഇനി CSS വെച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വെച്ചും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതാണ് CSSലുള്ള സ്യൂഡോ ക്ലാസസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്യൂഡോ എലമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം സ്യൂഡോ ക്ലാസസിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്യൂഡോ ക്ലാസസ് എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്യൂഡോ എലമെന്റ്സിനെ കുറിച്ചാണ്. സ്യൂഡോ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂഡോ ക്ലാസസ് പോലെ തന്നെയാണ്, ബട്ട് നമ്മൾ 2 കോളൻ ഉപയോഗിച്ചിട്ടാണ് സ്യൂഡോ എലമെന്റ്സ് എഴുതാറ്. ഓക്കെ, ഉദാഹരണത്തിന് ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, ഹെഡിങ്ങിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന H ടാഗാണ്. H1, H6 വരെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാഗ്സ് ഉണ്ട്. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് ജസ്റ്റ് നമ്മുടെ ഹെഡിങ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ അകത്ത് ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, പ്രത്യേകിച്ച് നല്ല ജസ്റ്റ് ഒരു റാൻഡം ടൈപ്പ് ആഡ് ചെയ്യാൻ പോകണം. ടൈപ്പ് ചെയ്യുകയാണ്.
ചില സാഹചര്യം ഈ ഒരു എക്സ്റ്റൻഷൻ വർക്ക് ആവാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഞാനത് സേവ് ചെയ്തെങ്കിലും ആ ഒരു എക്സ്റ്റൻഷനിലേക്ക് നമുക്ക് റിസൾട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്തരം സാഹചര്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഷോ വിത്ത് ലൈവ് സിൽവർ പ്രിവ്യൂ ഒന്നും കൂടെ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹെഡിങ് പ്രോപ്പറായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന എലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂഡോ എലിമെന്റ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ബിഫോർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ബിഫോർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു കണ്ടന്റിന് മുമ്പ് ആഡ് ചെയ്യുന്നതിനാണ് ബിഫോർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് H1 എന്ന് കൊടുക്കുക. ഇവിടെ ഹെഡിങ് 1 കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബിഫോർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിഫോർ ആഫ്റ്റർ എന്നത് കണ്ടന്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ബിഫോർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. എന്നിട്ട് ബിഫോറിന്റെ അകത്ത് നമ്മൾ കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ഉപയോഗിക്കണം. ഓക്കെ, അതായത് ഇതിന് മുകളിലേക്ക് മുമ്പ് ആഡ് ചെയ്യുന്ന കണ്ടന്റ് എന്താണോ ആ ഒരു കണ്ടന്റ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മൾ സാധാരണ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നെങ്കിൽ, സ്ട്രിങ്സ് ആണ് എഴുതുന്നെങ്കിൽ നമ്മൾ എന്തുണ്ടായിരിക്കണം, ഈ ഒരു ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിന്റെ അകത്ത് വേണം നമ്മൾ കൊടുക്കാൻ കണ്ടന്റ്. ഓക്കെ, അപ്പം ഉദാഹരണത്തിന് ഞാൻ ഹലോ എന്ന് കൊടുക്കുകയാണ്. ഹലോ എന്ന് കൊടുത്തിട്ട് സേവ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹലോ എന്നൊരു പറഞ്ഞ കണ്ടന്റ് CSS ഉപയോഗിച്ച് അതിന്റെ അകത്ത് എക്സ്ട്രാ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സ്പേസിങ് വേണമെങ്കിൽ അതിന്റെ ശേഷം ഒരു സ്പേസിങ് ഇട്ട് കൊടുത്താൽ മതി. ഹലോ, ഇപ്പം ഈ ഒരു ഇത് മാറ്റിയിട്ട് മൈക്ക് എന്നാക്കുവാണ്. ഓക്കെ, ഇപ്പൊ ഹലോ മൈക്ക് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മുടെ ആഫ്റ്റർ പ്രോപ്പർട്ടിയും. ബിഫോറിന്റെ സ്ഥാനത്ത് നമ്മൾ ആഫ്റ്റർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ആഫ്റ്റർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഹൗ ആർ യു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുമ്പ് സ്പേസിങ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സ്പേസിങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ഹലോ മൈക്ക് ഹൗ ആർ യു എന്ന് പറഞ്ഞു. നമ്മളിപ്പം HTML നോക്കിക്കഴിഞ്ഞാൽ മൈക്ക് എന്ന് പറഞ്ഞ കണ്ടന്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബട്ട് നമ്മൾ CSS വെച്ച് ഈ രണ്ട് കണ്ടന്റും ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരുവാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നമുക്ക് CSS ചിലപ്പോൾ സ്റ്റൈലിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഹോവർ ചെയ്യുമ്പോൾ ഈ രണ്ട് കണ്ടന്റ് വിസിബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്യൂഡോ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞ സ്യൂഡോ എലമെന്റ്സ്. ഇതും ചില സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഉദാഹരണത്തിന് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് CSSലുള്ള സ്യൂഡോ എലിമെന്റ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞ ഒരു സ്യൂഡോ എലിമെന്റ് ഉണ്ട്. അത് ഫസ്റ്റ് ലെറ്റർ നമ്മൾ ചില പാരഗ്രാഫ് ഒക്കെ എടുത്ത് നോക്കുമ്പം അതിന്റെ ഫസ്റ്റ് ലെറ്ററിൽ മാത്രം എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ന്യൂസസ് ആർട്ടിക്കിൾസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ അതിന്റെ ആദ്യത്തെ ലെറ്റർ മാത്രം കുറച്ച് വലുതായിരിക്കും, ആദ്യത്തെ ഒരു ലെറ്റർ മാത്രം വലുതായിരിക്കും, ബാക്കിയുള്ള ലെറ്റർ എല്ലാം ചെറുതായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ CSS വെച്ച് നമുക്കതും പോസിബിൾ ആക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്ന P ടാഗ് ആണ്. ഓക്കെ, ജസ്റ്റ് P ടാഗ് ക്ലോസ് ചെയ്തതിനു ശേഷം അതിൻ്റെ അകത്തൊരു ഡമ്മി പാരഗ്രാഫ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ ഒരു പാരഗ്രാഫ് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലെ. ഇനി ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, അതായത് സ്യൂഡോ എലിമെന്റ്സ് ആയ ഫസ്റ്റ് ലെറ്റർ മാത്രം ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പൊ P കൊടുക്കുക, 2 കോളൻ ഇട്ടുക. അതിനുശേഷം ഓക്കെ, ഇവിടെ ഫസ്റ്റ് ലെറ്റർ അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ സെലക്ടർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ കളർ എന്ന് പറഞ്ഞാൽ ഇത് റെഡ് ആക്കുവാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ സൈസ് നമുക്ക് കുറച്ച് ഇൻക്രീസ് ചെയ്യാം, ഒരു 80 പിക്സൽസ് ആക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ ഒരു ലെറ്റർ മാത്രം എന്താണ് അതിന്റെ കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൈസും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിന്റെയും ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാലും ഇതേ ഇഫക്റ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും L എന്ന് പറഞ്ഞ ലെറ്റർ മാത്രം നല്ല വലുതായിട്ടുള്ള ലെറ്റർ ആണ്, ബാക്കിയെല്ലാം ചെറിയ ലെറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞ സ്യൂഡോ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലത്തെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. ഓക്കെ, ഉദാഹരണത്തിന് ഫസ്റ്റ് ലെറ്റർ മാറ്റി ഞാനിവിടെ ലൈൻ ആക്കാൻ പോവാണ്. ഫസ്റ്റ് ലൈൻ ആക്കിയിട്ടുണ്ട്, ജസ്റ്റ് സേവ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ലൈനിൽ മാത്രം ഈ ഒരു പ്രോപ്പർട്ടി എഫക്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാ ലൈൻസിനും അതേ കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ലൈനിൽ ഒരു ലെറ്റർ മാത്രമേ കൊള്ളത്തുള്ളതുകൊണ്ട് ആ ഒരു ലെറ്ററിന് മാത്രം അല്ലെങ്കിൽ ഒരു വേർഡ് മാത്രമേ കൊള്ളത്തുള്ളൂ, അതുകൊണ്ട് ആ ഒരു വേർഡിന് മാത്രം കളർ ചേഞ്ച് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാ വേർഡിനും കളർ ഡീഫാൾട്ട് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാനത് കുറച്ച് വലുതാക്കുവാണ്. ഈ ഒരു പേജിന്റെ സൈസ് വലുതാവുന്നതിനനുസരിച്ച് അത് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് കുറച്ചും കൂടി വലുതാക്കണം. ഓക്കെ, ഇപ്പം ആ ഫസ്റ്റ് ലൈനിൽ 2 വേർഡ് കൊള്ളുന്നുള്ളതുകൊണ്ട് 2 വേർഡുണ്ട്, ഇപ്പം 3 വേർഡ്. ഓക്കെ, സോ ഇത് ആ ഫസ്റ്റ് ലൈനിൽ എത്ര വേർഡ്സ് വരുന്നോ അതിനെ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ, ബാക്കിയുള്ളതിനെ ഒന്നും തന്നെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ,
മാർക്കർ പ്രോപ്പർട്ടി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ, ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കർ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് പഠിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെലക്ഷൻ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സെലക്ഷൻ പ്രോപ്പർട്ടി, കാരണം സെലക്ഷൻ പ്രോപ്പർട്ടി നമുക്ക് ഈ പാരഗ്രാഫിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ കണ്ടന്റ് എന്തെങ്കിലും സെലക്ട് ചെയ്യണം. നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ കളർ സെലക്ട് ആവുന്ന കളർ എന്താണ്? അതായത് ബ്ലൂ കളറും വൈറ്റ് ലെറ്ററുമാണ് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സെലക്ഷൻ എന്ന് പറഞ്ഞ സ്യൂഡോ എലമെന്റ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് പാരഗ്രാഫ് തന്നെ സെലക്ട് ചെയ്യാം. പി ടാഗിന് സെലക്ഷൻ എന്ന് പറഞ്ഞ സ്യൂഡോ എലമെന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സെലക്ഷൻ എന്ന് പറഞ്ഞ സ്യൂഡോ എലമെന്റ്. എന്നിട്ട് ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഈ തവണ നമുക്ക് റെഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രൗൺ വയലറ്റ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം കളർ പ്രോപ്പർട്ടിയും കൂടെ ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് വരത്തുള്ളൂ. കളറിന് ഞാൻ ജസ്റ്റ് വൈറ്റ് കളർ തന്നെ കൊടുക്കുവാണ്. ഓക്കെ, ഇത് ഏകദേശം വൈറ്റ് കളറാണ്. ഇപ്പം നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു ബ്ലൂ വയലറ്റ് എന്ന് പറഞ്ഞ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് സെലക്റ്റും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ബ്രൗസറിൽ നമുക്കൊന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു കളർ ചേഞ്ച് ആവുന്നത്, അതായത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള കളറിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള കളർ എന്ന് പറഞ്ഞാൽ മാർക്കർ എന്ന് പറഞ്ഞ ഒരു സ്യൂഡോ എലമെന്റ് ആണ്. സാധാരണ നമ്മൾ അൺഓർഡേഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ഓർഡേഡ് ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ എലമെന്റ് മാർക്ക് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുന്നത്. അതായത് നമ്മൾ അൺഓർഡേഡ് ലിസ്റ്റ് ആണെങ്കിൽ ഡോട്ട്, അതുപോലെ തന്നെ പല സ്റ്റൈൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോട്ട് വേണമെങ്കിൽ അത് കൊടുക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമായിട്ട് ഇമേജസ് കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർഡേഡ് ലിസ്റ്റിനാണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് കൊടുക്കും, റോമൻ നമ്പേഴ്സ് കൊടുക്കും, ആൽഫബറ്റ് കൊടുക്കും, ഗ്രീക്ക് ലെറ്റേഴ്സ് കൊടുക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ അതിന്റെ ആ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ മാർക്കറിന് വേണ്ടി ഉപയോഗിക്കുന്ന കളർ. ഇപ്പം അൺഓർഡേഡ് ലിസ്റ്റ് ആണെങ്കിൽ എന്തുണ്ടാവും, അതിന്റെ ഡോട്ട് സിമ്പിൾ ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത് അല്ലേ. അപ്പൊ ആ ഒരു ഡോട്ട് സിമ്പിളിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓർഡർ ലിസ്റ്റ് ആണെങ്കിൽ 1 2 3 എന്നായിരിക്കും ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതിന്റെ ആ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് മാർക്കർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സേവ് ചെയ്യുമ്പം 3 ഐറ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ 3 ഐറ്റം, ഓരോന്നും 1 2 3 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഓർഡേഡ് ലിസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് പ്രോപ്പർട്ടിയാണ് കൊടുക്കാൻ പോകുന്നത്? മാർക്കർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ OL എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. അതിനുശേഷം സ്യൂഡോ എലമെന്റ്സിൽ മാർക്കർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കണം. ഓക്കെ, മാർക്കർ പ്രോപ്പർട്ടിയിൽ ഞാൻ ഇതിന്റെ കളർ ചേഞ്ച് ആവാണ്. കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഡയറക്റ്റ് ആയിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടെക്സ്റ്റ് കളർ, അതിന്റെ അകത്തുള്ള ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ആണ് ഈ കാണുന്ന. ഇൻ കേസ് നമുക്ക് ഡിസ്ക് ആണെങ്കിലും ഡോട്ട് ആണെങ്കിലും ഈ കാര്യങ്ങൾ എന്താണ് വന്നിരിക്കുന്നതെങ്കിലും അതിൽ വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ടെക്സ്റ്റിന്റെ അകത്ത് വരുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ബ്ലാക്ക് കളർ മാറ്റി പക്വ കളർ ഒന്ന് ജസ്റ്റ് കൊടുക്കാൻ പോവാണ്. ഇപ്പം ലിസ്റ്റ് ഐറ്റത്തിന് എന്താണ് ആ ഒരു അക്വ കളറായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സെലക്ടറിന്റെ കളർ മാത്രം ചേഞ്ച് ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കളർ മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളത്. അതായത് ആ മാർക്കറിന്റെ 1 2 3 എന്ന് പറഞ്ഞ ഒരു ഓർഡർ ലിസ്റ്റ് ഐറ്റത്തിന്റെ കളറാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ OL LI എന്ന് ഉപയോഗിക്കുന്ന ഓർഡർ ലിസ്റ്റിന്റെ അകത്ത് വരുന്ന OLന്റെ അകത്ത് വരുന്ന ലിസ്റ്റ് ഐറ്റത്തിന് വേണ്ടി കളർ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, OL LI എന്ന് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ LI മാത്രം കൊടുത്താലും ഈ ഒരു പ്രോപ്പർട്ടി വർക്ക് ആവുന്നതായിരിക്കും. ഓക്കെ, ബട്ട് ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് വരുന്ന LIക്ക് മാത്രമല്ല എല്ലാ LIക്കും ലിസ്റ്റ് ആയിട്ട് നമ്മൾ പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനും കളർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇതുപോലെ ഒരു ലിസ്റ്റ് ആയിട്ട് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കളർ ചേഞ്ച് ആയിരിക്കും. ബട്ട് നമ്മൾ OL LI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ OLന്റെ അകത്ത് വരുന്ന LIക്ക് മാത്രമേ കളർ ചേഞ്ച് ആകത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ 1 2 3 മാത്രം. ഞാനിവിടെ OL LI എന്ന് കൊടുത്തപ്പം ആ ഒരു കളർ ചേഞ്ച് എന്താണ്, ആ 1 2 3 മാത്രമേ കളർ ചേഞ്ച് ആയിട്ടുള്ളൂ. ഓക്കെ, ഉദാഹരണത്തിന് ഒന്ന് ജസ്റ്റ് ബ്രൗസറിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിന് കളറൊന്നും തന്നെ വന്നിട്ടില്ല. ബട്ട് OLന്റെ അകത്ത് വന്ന ഓർഡേഡ് ലിസ്റ്റിന്റെ അകത്ത് വന്ന LIക്ക് മാത്രമേ കളർ ചേഞ്ച് ആയിട്ടുള്ളൂ. ബട്ട് നമ്മൾ നേരത്തെ നോർമലായിട്ട് കൊടുത്തപ്പോൾ എന്താണ് ഉള്ള എല്ലാത്തിനും ലിസ്റ്റ് ഐറ്റം എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിനെല്ലാത്തിനും കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഇതിനും കളർ ചേഞ്ച് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ എല്ലാം ബ്രൗസറിൽ ഇതുപോലെ ഡോട്ട് സിമ്പിൾ വരണമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും
ഫയർഫോക്സിൽ എടുക്കുമ്പം ഇവിടെ ഡോട്ട് സിമ്പിൾ വരുന്നില്ല. എല്ലാം എവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഡോട്ട് സിമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എന്ന് പറഞ്ഞാൽ ഡിഫാൾട്ട് ആയിട്ടുള്ള ഒരു എഡ്ജ് ആണ് വരുന്നത്, മൈക്രോസോഫ്റ്റ് എഡ്ജിലെ. അതാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഡിഫാൾട്ട് ആയിട്ടിരിക്കുന്ന ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു എഡ്ജിന് കളർ ചേഞ്ച് വരും. എഡ്ജിലാണെങ്കിൽ നമുക്ക് ഒരു ഡോട്ട് സിമ്പിൾ ഇവിടെ കാണാൻ സാധിക്കും. LI ഉപയോഗിച്ച് കഴിഞ്ഞാൽ, LI വെറുതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അൺഓർഡേഡ് ലിസ്റ്റ് ആയിട്ടാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഫയർഫോക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ LI മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നത് ജസ്റ്റ് ഒരു പാരഗ്രാഫിന്റെ പ്രോപ്പർട്ടീസ് രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കാരണം OL ആണോ LI ആണോ എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, OL LI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ OLന്റെ അകത്തിരിക്കുന്ന LIക്ക് മാത്രമേ വരത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അൺഓർഡർ ലിസ്റ്റ് ക്രിയേറ്റീവ് ആണെങ്കിൽ OL LI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇതിന്റെ കളർ ബ്ലാക്ക് ആയി മാറിയിട്ടുണ്ട്, ബാക്കിയുള്ളതിന്റെ കളർ മാത്രം റെഡ് ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇതിന്റെ അടിയിൽ അൺഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പം ഞാനിവിടെ OLന്റെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുവാണ്. ജസ്റ്റ് കോപ്പി ചെയ്ത് താഴേക്ക് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് OL എന്ന് മാറ്റി അൺഓർഡർ ലിസ്റ്റ് ആക്കാൻ പോകണം. ഓക്കെ, അൺഓർഡർ ലിസ്റ്റ് നമ്മൾ UL ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും UL ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, UL ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ താഴെ അൺഓർഡർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രൗസർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും അൺഓർഡർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ 3 ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി OL LI എന്ന് മാറ്റി LI എന്ന് മാത്രം കൊടുക്കുവാണ്. LI എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ഐറ്റം എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെ ലിസ്റ്റ് ഐറ്റം മാത്രം കൊടുക്കുമ്പം ഇവിടെ ഇതിന് കൊടുത്തിരിക്കുന്ന സെലക്ടറിന്റെ കളറും ഇതിന് കൊടുത്തിരിക്കുന്ന സെലക്ടറിന്റെ കളറും സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബട്ട് നമ്മളിവിടെ OL LI എന്നാണ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, OL LI എന്ന് കൊടുത്തെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റിന്റെ അകത്ത് വരുന്ന ലിസ്റ്റ് ഐറ്റം മാത്രമേ ഇത് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ചൈൽഡ് സെലക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ചൈൽഡ് സെലക്ടർ ആയിട്ടാണ് വരുന്നത്. ഇനി ഇതുപോലെ ആരോ ഇട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡ് സെലക്ടർ ആണ് വരുന്നത്. ഓക്കെ, ഇതിനെയും ചൈൽഡ് സെലക്ടർ രണ്ടും ഒരേ പ്രോപ്പർട്ടി തന്നെയാണുള്ളത്. നമ്മൾ വെറുതെ സ്പേസ് ഇട്ട് എഴുതുന്നതും ഇതേപോലെ വെറുതെ ഇങ്ങനെ സ്പേസ് ഇട്ട് എഴുതുമ്പോൾ അതിൻ്റെ അകത്തും ചൈൽഡ് സെലക്ടർ മാത്രമേ സെലക്ട് ആവത്തുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ ആരോ സിമ്പിൾ ഇട്ട് എഴുതി കഴിഞ്ഞാലും, അതായത് നമ്മൾ ഈ ഒരു ആരോ സിമ്പിൾ ഇട്ട് എഴുതി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഡയറക്ഷണൽ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഡയറക്ഷണൽ ബ്രാക്കറ്റ് ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഇതേ പ്രോപ്പർട്ടി തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ബ്രൗസറിൽ എടുത്ത് നോക്കിയാലും അതേപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയും CSS നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ CSSലുള്ള എലമെന്റ്സ്, അതായത് CSS സ്യൂഡോ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയും അത് നമ്മൾ ഓരോ ഉള്ള ഒട്ടുമിക്ക എല്ലാ എലമെന്റ്സും കവർ ചെയ്ത് കഴിഞ്ഞു. CSS എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. CSS സ്യൂഡോ ക്ലാസസ് ആണ് കുറേയും കൂടെ ഉള്ളത്. ക്ലാസസിൽ നമ്മൾ ആവശ്യമുള്ള ക്ലാസസ് മാത്രം പഠിച്ചു കഴിഞ്ഞാണ് ബാക്കിയുള്ള ക്ലാസസ് ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാവുന്നുള്ളൂ. ബട്ട് നമ്മളത് ഒരിടത്തും അങ്ങനെ യൂസ് ചെയ്യാറില്ലാത്ത ക്ലാസസ് ആണ്. ഓക്കെ, ഇൻ കേസ് ചില സാഹചര്യങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഹൈലി UI ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ CSS എലമെന്റ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. See you again in coming lectures and thank you for watching.